Guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC +1 +2 വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട ഒരു അടിപൊളി സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ വൈകാരികത മനസ്സിലാക്കിക്കൊണ്ടാണ് MS നിങ്ങളോട് പറയുന്നത്. എന്താണെന്നറിയോ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓണപ്പരീക്ഷയില്ലേ, അത് +1ൻ്റെ പരീക്ഷ ഓണപ്പരീക്ഷ നടത്തുന്നത് സ്കൂളുകാരാണെങ്കിലും പരീക്ഷ ഉണ്ടല്ലോ. 60 മാർക്കിനുള്ളത് 60 മാർക്കിനുണ്ട്, 80 മാർക്കിനുള്ളത് 80 മാർക്കിനുണ്ട്. പക്ഷേ SSLCക്കാരുടെ പരീക്ഷ നടത്തുന്ന ആരാ? പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് വരുന്ന SSLC പരീക്ഷയ്ക്ക് പോലും പ്രാധാന്യം കൽപ്പിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴുള്ള പ്രശ്നം ഒറ്റ കാര്യം മാത്രമാണ്. സർ, തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തീരുന്നില്ല, തുടങ്ങിയിട്ടുണ്ട് തീരുന്നില്ല. +1ലെ കുട്ടികളോ, തുടങ്ങാൻ പറ്റുന്നുണ്ട് പക്ഷേ തുടങ്ങാൻ ഒരു കണ്ടിന്യൂ വരുന്നില്ല. കുഴപ്പമില്ല, എല്ലാത്തിനുള്ള പരിഹാരവുമായിട്ടാണ് MS വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാര്യം നിങ്ങളുടെ മുമ്പിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു പരീക്ഷ വരാറുണ്ട്, മോഡൽ എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്. പക്ഷേ ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? CE മാർക്ക് എന്ന് പറയുന്ന മാർക്ക് അത് ചില്ലറ മാർക്കല്ല. നിരന്തരമായിട്ട് നിങ്ങളുടെ മൂല്യനിർണ്ണയം ചെയ്യുന്ന പരിപാടിയാണ്, അത് ടീച്ചേഴ്സാണ് ചെയ്യുക. ആ മാർക്ക് 20 മാർക്ക് കിട്ടാൻ വല്ലാത്ത പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് മാത്രമേ ഈ ഒരു മാർക്ക് 20 ഇങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ ഇപ്പോൾ SSLCക്കാരാണെങ്കിൽ +1 ചോദിക്കുക, +1 +2 ചോദിക്കുക. എന്താ ചോദിക്കേണ്ടതെന്നറിയോ? ഡിസംബർ പരീക്ഷയാണോ ഓണം എക്സാം ആണോ ഏറ്റവും എളുപ്പമെന്ന് ചോദിക്കുക. ഡിസംബർ എക്സാം ആണോ, ഡിസംബറിലെ ക്രിസ്മസ് എക്സാം ആണോ, അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ മാസം നടക്കുന്ന ഓണ പരീക്ഷയാണോ ഒരു കുട്ടിക്ക് മാർക്ക് വാങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയുന്നു, SSLCക്കാരോട് +1 കുട്ടികൾ പറയും, മക്കളെ ഓണപ്പരീക്ഷയാണ് ഏറ്റവും എളുപ്പം. കാരണം ഡിസംബറിൽ മാത്സിലെ സോളിഡ്സും അതുപോലെ ഒരുപാട് വലിയ ചാപ്റ്റേഴ്സുകൾ വരുന്നുണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി കിടക്കുന്നതും കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് കിടക്കുന്നതും എല്ലാം ഈ പറയുന്ന ക്രിസ്മസ് പരീക്ഷയിലാണ്. ബയോളജിയിലും ഇതുപോലെ ക്രിസ്മസിനേക്കുള്ള പോർഷൻസ് കഠോരമാണ്. സോഷ്യൽ സയൻസ് ഒക്കെ ഇഷ്ടം പോലെ ഡിസംബർ എക്സാമിലേക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഏതൊരു കുട്ടിക്കും SSLCയിൽ ഡിസംബർ പരീക്ഷ വളരെ ടഫായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും സുതാര്യമായിട്ട് മാർക്ക് വാങ്ങാൻ, എളുപ്പകരമായിട്ട് മാർക്ക് വാങ്ങാൻ കഴിയുന്നത് ഓണം എക്സാമാണ്. അപ്പോൾ +1 എടാ, +1 ഇപ്പം നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ബേസിക്കും ക്ലാസിഫിക്കേഷനും ഒക്കെ പഠിക്കാനുള്ളൂ. പക്ഷേ ഡിസംബർ എക്സാമിന് നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് പഠിക്കണം. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഒന്ന് എടുത്തു നോക്ക്. സ്ട്രക്ചർ ഓഫ് ആറ്റം പോലെ പരന്ന് കിടക്കുന്ന ചാപ്റ്ററാ കെമിക്കൽ ബോണ്ടിങ്. 48 മണിക്കൂർ കൊണ്ട് പോലും തീരാത്തൊരു ചാപ്റ്ററാ കെമിക്കൽ ബോണ്ടിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കെമിക്കൽ ബോണ്ടിങ്ങും തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം എല്ലാം കിടക്കുന്നത് ഡിസംബർ എക്സാമിലാണ്. തീർന്നോ? ഇല്ല. മാത്സിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകൾ, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് വരെ കിടക്കുന്നത് ഏത് ചാപ്റ്ററല്ല, കോണിക് സെക്ഷൻ കിടക്കുന്നത് ഏത് എക്സാമിലാടാ? ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിലാണ്. ഫിസിക്സിലോ യൂണിസാർ മെഷർമെൻറ്റും, മോഷനെ പ്ലെയിനും മോഷനെ സ്ട്രൈറ്റ് ലൈനും നമ്മുടെ ലോസ് ഓഫ് മോഷനൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന കുട്ടികളെ, വർക്ക് എനർജി കഴിഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻ റൊട്ടേഷണൽ മോഷൻ. ചോദിച്ചു നോക്കി കുട്ടികളോട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻ റൊട്ടേഷൻ മോഷൻ കറങ്ങും, 360 ഡിഗ്രിയിൽ കറങ്ങും. ബയോളജിയിൽ 19 ചാപ്റ്റർ പഠിക്കാനുണ്ട്, 19 ചാപ്റ്റർ. അതിലാകെ ആറ് ചാപ്റ്റർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിൽ തന്നെ ലിവിങ് വേൾഡ് ഉണ്ട്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എത്ര സിമ്പിളാ ചാപ്റ്റേഴ്സ്. പക്ഷെ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സുകളെ കുറിച്ച് പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ പൊന്നുമക്കളെ. അതുകൊണ്ട് ഡിസംബർ പരീക്ഷയേക്കാൾ എത്രയോ എളുപ്പകരമായിട്ടുള്ള പരീക്ഷയാണ് ഏത് പരീക്ഷ? നിങ്ങളുടെ ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാമിന് എളുപ്പകരമാണെന്ന് സാറ് പറഞ്ഞു. ഇനി ആ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രയത്നിച്ചാൽ ആ CE മാർക്ക് 20 ഇങ്ങോട്ട് കിട്ടും. നിങ്ങൾ ക്ലാസ്സിലെ ടോപ്പറായിട്ട് മാറുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ടേക്ക് ടീച്ചേഴ്സിന് നിങ്ങളോട് പ്രത്യേക റെസ്പെക്റ്റ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്കൂളുകളിൽ ഒരു പഠിക്കുന്ന കുട്ടികളോട് ഒരു പ്രത്യേക റെസ്പെക്റ്റ്? ആ റെസ്പെക്റ്റ് ചില്ലർ റെസ്പെക്റ്റ് അല്ല. ചിലപ്പോൾ നേരം വൈകി വന്നാലും, മോനെ കുഴപ്പമില്ലടാ, നേരം വൈകിയല്ലേ, കുഴപ്പമില്ലടാ, അങ്ങ് കയറ്റിക്കോളൂ. ഒരു ബാക്ക് ബെഞ്ചിൽ നിൽക്കുന്ന ചങ്ങായി നേരം വൈകി വന്നാലോ, ഓൻ്റെ ഒരു കോലം കണ്ടില്ലേ, ആ കുടുക്കിട്ടിയില്ല, ഫാനിൻ്റെ ഇറക്കല്ല, ബെൽറ്റ് നല്ലോണം ഇട്ടില്ല, മുടിയൊന്ന് വെട്ടാൻ പറഞ്ഞാൽ വെട്ടൂല, കുറ്റങ്ങൾ മാത്രമേ അപ്പോൾ കാണുള്ളൂ. അപ്പോൾ എപ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. അതൊന്നും ഒരു തെറ്റല്ല, ഒരു എന്താ പറയുക, വിലയിരുത്തലല്ല. അതൊക്കെ ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളും അല്ല. അതൊക്കെ നിങ്ങളുടെ ഒരു നല്ല രീതിക്ക് വേണ്ടി, ഒരു മാന്യത, എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ ഒരു മാന്യനായ ഒരു വ്യക്തി എന്ന് തോന്നാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു സെപ്പറേഷൻ, ഒരു വേർതിരിവ് എപ്പോഴും നല്ലതാണ്.
പഠനത്തിൻ്റെ കാര്യത്തിൽ വേർതിരിവ് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയവരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ ട്രോഫി കൊടുക്കാറുണ്ട്. SSLC പരീക്ഷയിൽ ഒരു എ പ്ലസ് കിട്ടിയ കുട്ടിയെ നമ്മൾ ആദരിക്കാറുണ്ടോ? ഇല്ല. ആദരിക്കാൻ ചില ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് എല്ലാവർക്കും കൊടുക്കല്ലേ, എന്നാൽ അവനും കൂടി ഞാൻ കൊടുത്താളാന്ന് പറഞ്ഞിട്ട് ട്രോഫി കൊടുക്കും. കാരണം മാർക്കുള്ളവന് മാത്രമാണ് ഒരു പ്രത്യേക റെസ്പെക്റ്റ് നാട്ടുകാർ പോലും കൊടുക്കുന്നത്. സോ ഓണപരീക്ഷയ്ക്ക് മാർക്ക് നേടിയാലുള്ള ഉപകാരം ആ ക്ലാസ് റൂമിലുള്ള ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ റെസ്പെക്റ്റ് 20 മാർക്ക് CE മാർക്കായിട്ട് കയ്യിലങ്ങോട്ട് വാങ്ങാം. അത് എത്തിക്കാനുള്ള ഒരു 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 കുറുക്ക് വിദ്യയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ പോകുന്നത്. സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? MS സൊല്യൂഷൻസ് ഒരു 5 days ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ SSLCക്കാരോട് പറയാം. SSLCക്കാർക്ക് 2 ബാച്ച് ഉണ്ട്. ഒന്നാമത്തെ ബാച്ചിൻ്റെ പേര് ബെൻടൺ ബാച്ച്, രണ്ടാമത്തെ ബാച്ചിൻ്റെ പേര് ന്യൂട്ടൺ ബാച്ച്. എന്താ ബെൻടൺ ബാച്ച് ന്യൂട്ടൺ ബാച്ച് എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു SSLC പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി എന്നീ വിഷയങ്ങൾ ഒരു വർഷത്തേക്ക് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് MS തരാൻ പോവുക. അത് എന്ന് വരെ? ഓഗസ്റ്റ് 25 വരെ. ഓഗസ്റ്റ് 25 വരെ നിങ്ങൾക്ക് ബോർഡ് ഓൺലി SSLCയിൽ നിങ്ങൾ ഫുൾ എ പ്ലസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ പൊന്നുമോനെ 2000 രൂപ മാത്രം മതി. ഇനി നിങ്ങൾക്ക് SSLC കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് സയൻസ് താങ്ങുമോ സാർ എന്നെ കൊണ്ട് കൊമേഴ്സ് താങ്ങുമോ, എനിക്ക് ഇന്ന ഫീൽഡിലേക്കാണ് പോകേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ കുട്ടികൾക്കുള്ള ബാച്ചാണ് ന്യൂട്ടൺ ബാച്ച്. ഇത് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ബാച്ചാണ്. കാര്യം ഏതൊരു കുട്ടിയും വെറുതെ 10 വിഷയം പഠിച്ചിട്ട് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് ട്രോഫി വാങ്ങി ഇവിടെ കുത്തിരുന്നിട്ട് കാര്യമില്ല. കറക്റ്റ് അവബോധം വേണം. താൻ എന്ത് പഠിക്കുന്നു, താൻ എന്തിന് പഠിക്കുന്നു, താൻ എന്തിനൊക്കെ വേണ്ടി പഠിക്കുന്നു. അതൊക്കെ WWW നമ്മൾ പറയല്ലേ, വൈ വേർ ഹൂ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു വാട്ട് വേർ വൈ എന്നുള്ള ആ ഒരു ആൻസർ വരണം. അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് ന്യൂട്ടൺ ബാച്ചിലൂടെ കിട്ടും. അത് വെറും 3000 രൂപയുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കുക. കേരളത്തിൽ ഇന്നേ വരെ ഒരാൾക്കും ഓഫർ ചെയ്യാൻ പറ്റാത്ത പ്രൈസാണോടാ 2000 രൂപയ്ക്ക് ഒരു വർഷത്തെ ക്ലാസ് കൊടുക്കുക എന്നുള്ളത്. ഇനി കഴിഞ്ഞോ SSLCൻ്റെ കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ മുത്തുമണികളായിട്ടുള്ള നമ്മുടെ +1 കുട്ടികൾക്ക് 3 ബാച്ചുകളുണ്ട്. ബെൻടൺ ഉണ്ട്, ന്യൂട്ടൺ ഉണ്ട്, ഏട്ടൺ. ഒന്ന് റേറ്റ് ഒന്ന് നോക്കിയേ. ഒരു വർഷത്തെ ക്ലാസ്സിൽ +1 ഫുൾ എ പ്ലസ് കിട്ടാനുള്ള ബാച്ചിൻ്റെ പേര് ബെൻടൺ. 2500 രൂപയുള്ളൂ. ഒരു വർഷത്തേക്ക് 2500 രൂപ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരാ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇനി ന്യൂട്ടൺ 4500 ഉള്ളൂ. 4500 രൂപ മാത്രമേ ഉള്ളൂ. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. ബോർഡിൻ്റെ കൂടെ എൻട്രൻസും കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലത്തെ ഒരു പ്രൈസ് ഇനി നിങ്ങൾക്ക് കേരളത്തിൽ ഇനി ഒരാൾക്കും തരാൻ പറ്റുമല്ലോ മക്കളെ. 4500 രൂപയ്ക്ക് ഒരു കുട്ടി ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. അവന് ഫുൾ മാർക്ക് 520 അവൻ സ്വപ്നം കണ്ടോ? ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ സ്വപ്നം കണ്ടോ? ഫുൾ മാർക്ക് സ്വപ്നം കണ്ടോ? ബെൻടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫുൾ എ പ്ലസ് സ്വപ്നം കണ്ടോ? രണ്ടും മാറ്റമുണ്ട്. 90% എബോവ് മാർക്കാണ് ബെൻടൺ ബാച്ചിൽ വരിക +1. പക്ഷേ ന്യൂട്ടൺ ബാച്ച് ആണെങ്കിൽ ഉറപ്പിച്ചോ 95% എബോവ് 520ൽ 500ന് മുകളിൽ മാർക്കുമായിട്ട് MS നിങ്ങൾ ആ ബാച്ചിൽ നിന്ന് പിരിച്ചുവിടുള്ളൂ. ഓക്കെ. പിന്നുള്ളത് ഏട്ടൺ ബാച്ചാണ്. 3000 രൂപയാണ്. പ്രോപ്പർ ഗൈഡൻസ്, അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ബാച്ചാണ് ഏട്ടൺ ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ബാച്ചുകളെല്ലാം തന്നെ ഓഫർ പ്രൈസ് ഓഗസ്റ്റ് 25 വരെ മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. സാർ എന്താ ഈ ഓഗസ്റ്റ് 25 വരെ? 5 ദിവസത്തേക്ക് ഒരു ഓഫറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് നിങ്ങൾ നോക്കണം. പഴയ പ്രൈസ് നിങ്ങൾ നോക്കണം. ആ 7000 രൂപയുടെ പ്രൈസാണ് നിങ്ങൾക്ക് 4500 കിട്ടുന്നത്. 7000 രൂപയുടേതാണ് 4500 കിട്ടുന്നത്. 4000 രൂപയുടെ കോഴ്സാണ് നിങ്ങൾക്ക് 1500 രൂപ കുറച്ചുകൊണ്ട് 2500 രൂപയ്ക്ക് തരുന്നത്. ആലോചിക്കണം നിങ്ങൾ ഈ ഒരു പ്രൈസിൻ്റെ കാര്യങ്ങൾ. ഇനി കഴിഞ്ഞോ? ഇല്ല സാർ. MS സൊല്യൂഷൻസിൻ്റെ SSLCയിൽ ഈ 2 ബുക്ക് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് A+ കിട്ടാനെന്ന് പറയുമ്പോൾ ഏതാണ് സാർ ആ 2 ബുക്ക്? ഇതാ കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഷുവർ A+ ബുക്കുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പ്രൈസ് നിങ്ങൾക്ക് എത്ര അറിയോ? 850 ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. 850 ഇപ്പോഴത്തെ പ്രൈസ്. പക്ഷേ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് 600 രൂപയ്ക്ക് ബുക്ക് നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും. ഓക്കെ, യെസ്. ഇനി നമ്മുടെ +1 ആണെങ്കിലോ, +1 എൻ്റെ പൊന്നുമക്കളെ നമ്മളെ മെറ്റീരിയൽ തീർന്നുകൊണ്ടിരിക്കുക. വിളിയോടെ സാറേ എനിക്ക് ഷുവർ A+ ബുക്ക് വേണം, അതിൻ്റെ കൂടെക്ക് ബാച്ചിലും ജോയിൻ ചെയ്യണം. ഷുവർ A+ ബുക്കിൻ്റെ കൂടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഷുവർ A+ ബുക്കിന് വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ബുക്ക് മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ 1450 രൂപയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കുറഞ്ഞ റേറ്റിലാണ് ഞാൻ ഈ പ്രൈസ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, പുസ്തകങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം MS തരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതാ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോ ബാച്ചിലും ബെൻറ്റൺ ആണെങ്കിലും ന്യൂട്ടൺ ആണെങ്കിലും ഏറ്റവും ഇത് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഗസ്റ്റ് 25 കൂടി നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഓഗസ്റ്റ് 25 വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ട. പെട്ടെന്ന് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾ ബുക്ക് വീട്ടിൽ ആദ്യം എത്തും. കോഴ്സിലും അതായത് ബാച്ചിലും പുസ്തകവും ഒരുമിച്ച് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ബുക്ക് വേഗം നിങ്ങളുടെ വീട്ടിലെത്തും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് വിത്തിൻ ഒരു 2 days കഴിഞ്ഞാൽ പിന്നെ ബുക്ക് സ്റ്റോക്ക് തീർന്നു. അത്രമേൽ ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ അത്ഭുതം തോന്നുന്നു. കാര്യം കേരളത്തിലെ കുട്ടികൾക്ക് MS സൊല്യൂഷൻസിൻ്റെ ഷുവർ പ്ലസ് ബുക്കിനോട് എന്തോ ഒരു വൈകാരികത ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതെന്താണെന്ന് എനിക്കറിയാം. ഞാനത് ലൈവിലൂടെ പറയുന്നില്ല. കാര്യം മറ്റുള്ള കുട്ടികൾക്ക് മറ്റുള്ള ആപ്പുകാർക്കൊക്കെ ചിലപ്പോൾ അതൊരു വിഷമമാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മുടെ +1 കുട്ടികൾക്കുള്ള റേറ്റ് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. SLC കുട്ടികൾക്കുള്ള റേറ്റും ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതാ ഈ ഒരു 3 നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക, ഡീറ്റെയിൽസ് ചോദിക്കുക. പാരൻറ്റിൻ്റെ എന്താ പറയുക അപ്രൂവലോട് കൂടി തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ. സോ SLC കുട്ടികളാണെങ്കിൽ ആദ്യം ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. +1 ആരാണെങ്കിൽ ഈ നമ്പറിലേക്ക് ആദ്യം മെസ്സേജ് ചെയ്യുക. ഇനി ബുക്ക് മാത്രം മതിയെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചാലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരിരുന്ന് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സാണ്, അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട മറുപടികളൊക്കെ തരും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ MS സൊല്യൂഷൻസിൻ്റെ ബാച്ചിലേക്ക് കയറി വരിക. അവിടെ നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വല്ലാതെ ലെങ്ത് കൂടും അല്ലേ. ഇപ്പം തന്നെ 11 മിനിറ്റായി. സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു അടിപൊളി സന്തോഷകരമായ വാർത്ത നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് അയക്കുക. ഒരു 2 ഫ്രണ്ട്സിനോടെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറയണം. അത് ചെയ്യണം നിങ്ങൾ. കാര്യം ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിനും തരാൻ കഴിയില്ല, ഒരു ഓൺലൈൻ ആപ്പുകൾക്കും തരാൻ കഴിയില്ല. MS നിങ്ങളോട് പറയുന്നത് 2000 രൂപയ്ക്ക് ഫുൾ A+ കിട്ടുന്ന, 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്തിച്ചു തരും. അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ഗൈഡൻസും തരും. MS പ്രെഡിക്റ്റ് ചെയ്യുന്നു ഈ 2000-ൻ്റെ ബാച്ചാണെങ്കിലും 3000-ൻ്റെ ബാച്ചാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളെ ഫുൾ A+ലേക്ക് എത്തിച്ച് തന്നിരിക്കും. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.